ഇന്ന് കേരളത്തിൽ അപൂർവമായി കാണുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ കണ്ടത്. വാഴയില സംസ്കാരത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഏത് കടയിൽ പോയാലും ഇപ്പോൾ വളരെ എളുപ്പമാണ് പ്ലാസ്റ്റിക്കിൽ ആഹാരം തരിക. അത് പ്ലാസ്റ്റിക്കിൽ അമിതമായിട്ടുള്ള ചൂട് ഉപയോഗിക്കുമ്പോൾ കാർസിനോജനിക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അതായത് ക്യാൻസർ ജനിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ടാവും. അത് ഡീപ്പായിട്ടുള്ള ഫ്രീസറിൽ വെക്കുമ്പോഴും സംഭവിക്കാം, ഡീപ്പായിട്ടുള്ള ഡീപ് ഫ്രീസറിലും സംഭവിക്കാം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചൂടിലും സംഭവിക്കാം. അമിതമായിട്ടുള്ള ചൂട് ഉപയോഗിക്കുന്നതും അമിതമായിട്ടുള്ള തണുപ്പ് കഴിക്കുന്നതും യേശുദാസരെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ തൊണ്ടയ്ക്കും ആരോഗ്യത്തിനൊക്കെ നല്ലത് അമിതമായിട്ടുള്ള ചൂടും അമിതമായിട്ടുള്ള തണുപ്പും. അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള ക്യാൻസർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നു. മറ്റ് സ്റ്റേറ്റിൽ കാണുന്നതിൽ കൂടുതൽ കേരളത്തിൽ ക്യാൻസർ കാണുന്നു. അതായത് നമ്മൾ വളരെ എളുപ്പ കാര്യങ്ങൾ സാധിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിനെ അടുക്കളയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളൊരു മെസ്സേജാണ്. കുടുംബശ്രീയിൽ സംരംഭമായിട്ടുള്ള മാഡത്തിന്റെ പേര് ശോഭന. ഞങ്ങൾ രണ്ടുപേര് ചേർന്നാണ് ഇത് നടത്തുന്നത്. പുഷ്പയും കുടുംബശ്രീ കൂട്ടുകാരി എന്നുള്ള സംരംഭം ഞങ്ങൾ രണ്ടുപേരോടാണ് നടത്തുന്നത്. ഇന്ന് പുള്ളി വന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. 2 വർഷമായിട്ട് ഞങ്ങളിത് നടത്തി വരികയാണ്. കുഴപ്പമില്ലാതെ പോകുന്നു. വാഴയിലക്കകത്താണ് ഇവിടെ വരുന്ന പാഴ്ചകളെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ഒരു പ്ലാസ്റ്റിക്കുകളും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. നമുക്ക് പ്ലാസ്റ്റിക് സംസ്കാരത്തിൽ നിന്ന് വാഴയില സംസ്കാരത്തിലേക്കും അതുപോലെ തന്നെ പച്ചക്കറി സംസ്കാരത്തിലേക്കും ചീരയില സംസ്കാരത്തിലേക്ക് ഇലവർഗ്ഗങ്ങളുടെ സംസ്കാരത്തിലേക്കും മാറാമെന്നുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥ ഇത്രയും ധനം വേറെ ആർക്കും കൊടുക്കത്തില്ല. പെട്രോൾ കൊടുത്തതിലും കൂടുതലാണ്. വലിയ ധനമാണ് ദൈവം നമുക്ക് മഴയായിട്ട് വർഷിപ്പിച്ചു തരുന്നത്. അത് പ്രയോജനമില്ലാതെ പോവുകയാണ്. അത് കേരളത്തിൻ്റെ കാലാവസ്ഥയിലെ വാഴയ്ക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ്. അത് ഒന്ന് കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നുള്ള അതിനെ പ്രതിരോധിക്കാൻ കൂട്ടായിട്ട് താങ്ങുകൾ ഉണ്ടാക്കുകയും സർക്കാർ അതിനെ സഹായിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പ്ലാസ്റ്റിക് സംസ്കാരത്തിൽ നിന്ന് വാഴയില സംസ്കാരത്തിലേക്ക് മാറുക, ചീരക്കറി പച്ചക്കറി സംസ്കാരത്തിലേക്ക് മാറുക, അമിതമായിട്ടുള്ള കോഴിയും അമിതമായിട്ടുള്ള പോത്തിറച്ചിയും ഒക്കെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ്. എല്ലാം ഒന്നും കഴിക്കണ്ടെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞവർ കൂടുതലായിട്ട് പച്ചക്കറി കഴിക്കുക. പച്ചക്കറി കഴിച്ചാൽ അധികം വെള്ളം ഉപയോഗിക്കേണ്ട, വയറ്റിന് ഭാരം കൊടുക്കാതിരിക്കുക. അന്നേരം നല്ലൊരു സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ് വാഴയില സംസ്കാരം. ഇതെവിടെ ഞാൻ വാഴയിലയിൽ ആഹാരം വിളമ്പുന്ന കണ്ടാൽ ഞാനിത് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അന്നേരം നമുക്കൊരു വാഴയില സംസ്കാരത്തിലേക്കും കൂടുതലായിട്ട് വാഴ നടുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, പച്ചക്കറി കഴിക്കുക, അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോയാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം കുറയ്ക്കാം.